നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. CPI UDF എത്തുമോ? ചോദ്യം ഒരു സാങ്കല്പികമാണെന്ന് വേണമെങ്കിൽ വയ്ക്കാം. പക്ഷേ CPIയുടെ നേതാക്കളും പ്രവർത്തകരും ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് LDF ഇട്ട് UDF എത്തിയാൽ എന്താണ് എന്നുള്ളതാണ്. 1970 കോൺഗ്രസിൻ്റെ പിന്തുണയോടെ C അച്യുതമേനോൻ മുഖ്യമന്ത്രിയായി. കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണമായിരുന്നു അച്യുതമേനോൻ്റെ ഭരണം. അടിയന്തരാവസ്ഥയുടെ ചില പൊട്ടലും ചിറ്റലും മാറ്റി നിർത്തിയാൽ, രാജൻ കേസ് പോലുള്ള സംഭവങ്ങൾ മാറ്റി നിർത്തിയാൽ കേരളം കണ്ട ഏറ്റവും മികച്ച ഭരണമായിരുന്നു 70 മുതൽ 77 വരെ C അച്യുതമേനോൻ്റെ ഭരണകാലം. കോൺഗ്രസിൻ്റെ പിന്തുണയോടെ CPIയും കോൺഗ്രസും ഒരു മുന്നണിയിൽ നിന്ന് മത്സരിച്ചാണ് ആ സർക്കാർ ഉണ്ടാക്കിയത്. അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിക്കും പിന്തുണ നൽകി. അതായിരുന്നു ഇന്ത്യയുടെയും സുവർണകാലമെന്നാണ് എല്ലാവരും പറയുന്നത്. 70 മുതൽ 77 വരെയുള്ള കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും ഒത്തുചേർന്നാണ് ഇന്ത്യ ഭരിച്ചതും കേരളം ഭരിച്ചതും. ആ ഒരു കാലത്തിൻ്റെ ഹാങ് ഓവർ ഇപ്പോഴും CPIക്കുണ്ട്. ആലപ്പുഴ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പല നേതാക്കളും പല പ്രവർത്തകരും പല അനൗദ്യോഗിക ചർച്ചകളിലും വ്യക്തമാക്കുന്നത് CPI എന്തുകൊണ്ട് കോൺഗ്രസിനോടൊപ്പം ചേർന്നുകൂടാ. അഖിലേന്ത്യാ തലത്തിൽ BJP വീണ്ടും ശക്തി പ്രാപിച്ചു വരികയാണ്. അവർ ഇന്ത്യൻ ജനതയെ വിഴുങ്ങാൻ വാവിളിച്ചു നിൽക്കുകയാണ്. 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പിലും വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ ഇപ്പോൾ സാധ്യതയില്ലെന്നാണ് എല്ലാവരും മനസ്സിലാക്കുന്നത്. ബീഹാറിലേതുപോലെ CPMും CPIയും കോൺഗ്രസും CPI-MLും ഒരുമിച്ച് നിൽക്കുന്ന ഒരു മഹാഗഠബന്ധൻ ഇന്ത്യ മുഴുവൻ രൂപീകരിക്കപ്പെടണമെന്നാണ് CPI ആഗ്രഹിക്കുന്നത്. കോൺഗ്രസ് ആയിരിക്കണം അതിന് നേതൃത്വം നൽകേണ്ടതെന്നും അവർ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹം അവർ പലതവണ വ്യക്തമാക്കിയിട്ടുമുണ്ട്. കേരളത്തിലെ ഇടതുമുന്നണിയിൽ നിൽക്കുന്നത് കൊണ്ട് CPIക്ക് ഭരണം കിട്ടുന്നു, മന്ത്രിമാരുണ്ട് എന്നുള്ളതല്ലാതെ രാഷ്ട്രീയമായി എത്ര കണ്ട് പ്രയോജനം ചെയ്യുന്നുണ്ടെന്ന സംശയം എല്ലാവർക്കുമുണ്ട്. UDF മുന്നണിയിൽ നിന്നാൽ, കോൺഗ്രസിനൊപ്പം നിന്നാൽ അഖിലേന്ത്യാ തലത്തിൽ CPIക്ക് കുറച്ചുകൂടി പ്രാധാന്യവും പ്രസക്തിയും ലഭിക്കുമെന്നാണ് CPI നേതാക്കൾ പലരും കരുതുന്നത്. അതുകൊണ്ട് ഇടതു മുന്നണിയിലെ പൊറുതി അവസാനിപ്പിച്ച് UDFിലേക്ക് പോയാലോ എന്നുള്ള ചിന്ത CPIയിലെ പ്രമുഖ നേതാക്കൾക്കെല്ലാമുണ്ട്. എന്തിന്, ബിനോയ് വിശ്വത്തിന് പോലും ഉണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലുള്ള ചില ചർച്ചകൾ വളരെ ഗൗരവമായി തന്നെ ആലപ്പുഴ സമ്മേളനത്തിൽ നടക്കുന്നുണ്ട്. ആലപ്പുഴ സമ്മേളനത്തിൽ മാത്രമല്ല, CPIയുടെ ജില്ലാ സമ്മേളനങ്ങളിലും മറ്റ് ഏരിയ സമ്മേളനങ്ങളിലുമൊക്കെ കോൺഗ്രസ് ബാന്ധവം പൊടി തട്ടിയെടുക്കണമെന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. പൊതുവെ CPI ഒരു കോൺഗ്രസ് അനുകൂല മനോഭാവമുള്ള പാർട്ടിയാണ്. കാരണം കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ഒരുമിച്ച് നിന്ന് വർഗീയ ശക്തിയെ എതിർക്കണമെന്ന് 60കൾ മുതൽ വാദിക്കുന്നവരാണ് CPIയുടെ നേതാക്കൾ. അങ്ങനെയാണല്ലോ CPI പിളർന്ന് CPM ഉണ്ടാകുന്നതും. കോൺഗ്രസുമായി ചേരുന്നതിൻ്റെ വിഷയത്തിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളരുന്നതും CPM എന്നുള്ളൊരു പുതിയൊരു പാർട്ടി ഉണ്ടാകുന്നത്. ഏതായാലും കോൺഗ്രസ് ബാന്ധവം ഇടയ്ക്കിടയ്ക്ക് CPIയുടെ മനസ്സിൽ നിന്നും ഇങ്ങനെ തികട്ടി വരും. CPMൻ്റെ കൂടെ രണ്ടാം സ്ഥാനക്കാരനായുള്ള പൊറുതി മതിയായി. ഇനി കോൺഗ്രസിനൊപ്പം കൈകോർത്ത് നിന്നാൽ അഖിലേന്ത്യാ തലത്തിലും കേരളത്തിലും പാർട്ടിക്ക് പുതിയൊരു ചൈതന്യവും വെളിച്ചവും ഉണ്ടാവും എന്നാണ് CPI നേതാക്കൾ പറയുന്നത്. വരുന്ന തെരഞ്ഞെടുപ്പിൽ രണ്ടാമതും ഭരണം കിട്ടാൻ സാധ്യതയില്ല എന്നുള്ള സൂചന വന്നാൽ CPI UDFിൽ എത്തുമെന്ന് വിശ്വസിക്കുന്നവരാണ് കൂടുതൽ. കാരണം കോൺഗ്രസുമായി ചേർന്ന് പോകാനാണ് എപ്പോഴും CPIക്ക് എളുപ്പം. കാരണം CPM എപ്പോഴും വല്യേട്ടനായിരിക്കും. ഒരു വല്യേട്ടൻ പരിഗണന അല്ലെങ്കിൽ ഒരു വല്യേട്ടൻ മനോഭാവം എക്കാലവും CPIയോടും മറ്റ് ഘടകകക്ഷികളോടും CPM കാണിക്കും. കോൺഗ്രസിൽ UDFിൽ അതുണ്ടാകില്ല. ഒരു MLA ഉള്ള ഘടകകക്ഷിക്ക് പോലും UDFിൽ വലിയ വിലയാണ്. അതുകൊണ്ട് CPMുമായുള്ള ബാന്ധവം ഒന്ന് പുനഃപരിശോധിക്കേണ്ടതല്ലേ എന്ന ഒരു ചിന്ത CPIയിൽ ഉയർന്നു വരികയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ആ ചിന്തയ്ക്ക് കൂടുതൽ ശക്തി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ എല്ലാവരും കരുതുന്നത്.